എങ്ങനെയാകും നമ്മൾ മരിക്കുക? എത്ര ആളുകളുടെ മരണം നാം അറിഞ്ഞിരിക്കുന്നു. ആക്സിഡന്റിൽ മരിച്ചു, ഹോസ്പിറ്റലിലെ ബെഡിൽ കിടന്ന് മരിച്ചു, ഒന്നുമില്ലാതിരുന്നതാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. എൻ്റെ അന്ത്യം എങ്ങനെയായിരിക്കും? ഉലമാക്കൾ പറഞ്ഞതായി കാണാം, മൻ ആശ അലാ ശൈ മാത അലൈഹി. ഏതൊരുവൻ എന്ത് കാര്യത്തിലാണോ അവൻ ജീവിക്കുന്നത്, അവന്റെ ജീവിതത്തിന്റെ മുഖ്യ ഭാഗവും അവൻ എന്തിനാണോ ഉപയോഗിക്കുന്നത്, മാത അലൈഹി, അവൻ മരണപ്പെടുക ആ കാര്യത്തിലാണ്. നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യ ഭാഗം ഫോണിലാണോ? ഭയപ്പെടണം. സംഗീതം കേൾക്കുന്നതിലാണോ? ഭയപ്പെടണം. സിനിമകളും സീരിയലുകളും കാണുന്നതിലാണോ? ഭയപ്പെടണം. വിനോദങ്ങളിലും അനാവശ്യമായ കാര്യങ്ങളിലുമാണോ? ഭയപ്പെടണം. എത്ര ആളുകളുടെ കഥകൾ നാം തന്നെ കേട്ടിട്ടുണ്ട്. അവസാന സമയത്ത് അവന് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. ഏതോ പെണ്ണിന്റെ പേര് പറഞ്ഞ് മരണപ്പെട്ടു. കാരണം അവന്റെ ജീവിതം അവൻ മാറ്റിവെച്ചത് പെണ്ണിന് വേണ്ടിയിട്ടാ. സംഗീതത്തിന്റെ വാക്കുകൾ പറഞ്ഞു മരിച്ചു. കളിക്കാരന്റെ പേര് പറഞ്ഞു മരിച്ചു. കാര്യം എളുപ്പമല്ല. നമ്മൾ വിചാരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചിട്ടുണ്ട്, 5 നേരത്തെ നിസ്കാരമുണ്ട്, 1 മാസം നോമ്പ് നോക്കുന്നുണ്ട്, അവസാനം മലക്കുൽ മൗത്ത് വന്നു കഴിഞ്ഞാൽ സുഖമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ റബ്ബിലേക്ക് യാത്ര തിരിക്കാം എന്ന് നാം ഒരുപക്ഷെ ധരിച്ചു വെച്ചിട്ടുണ്ടാകും. നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുക. റബ്ബിനെ ആലോചിക്കാൻ നാം എത്ര സമയം വിനിയോഗിക്കാറുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, അതിനുവേണ്ടി നാം എത്ര സമയം ചിലവഴിക്കാറുണ്ട്? അതല്ല മറ്റെല്ലാം കാര്യത്തിലാണോ, മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനാണോ നാം നമ്മുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും നീക്കിക്കൊണ്ടിരിക്കുന്നത്? അവസാനം അതിനാകുമോ എന്ന പേടി നമുക്ക് വേണം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, തന്റെ അവസാനം എപ്രകാരമാകും എന്ന ആലോചനയാണ് സാലിഹീങ്ങളുടെ മുതുക് ഒടിച്ചു കളഞ്ഞത്. എന്നാൽ താന്തോന്നികൾ ഫകഅന്നമാ അഖദു തൗതിഅ മിനൽ അമാൻ, അവരെന്തോ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചതുപോലെയാ, ഞാൻ എന്തായാലും മുസ്ലിമായിട്ട് മരിക്കുകയുള്ളൂ. അങ്ങനെയല്ല സഹോദരങ്ങളെ, ഭയപ്പെടണം. ഈ കാര്യത്തിലേക്ക് നാം ശ്രദ്ധ ചെലുത്തണം.